കൂട്ടുകാരെ, അമ്മ എൻ്റെ അടുത്ത് കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എനിക്കറിയാവുന്നതിൻ്റെ ഉത്തരം ഞാൻ പറയും, അറിയാൻ പാടില്ലാത്ത നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പം ചോദിക്കട്ടെ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി അറിയാവോ? 6 ചോദ്യം ഞാൻ ചോദിക്കും. 6ൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അറിയാമെങ്കിൽ 6ൻ്റെ ഉത്തരമായി. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം അറിയാൻ പാടില്ല. നാം അധിവസിക്കുന്ന അന്തരീക്ഷത്തിലെ മണ്ഡലം ട്രോപോസ്ഫിയർ. ശരി തന്നെ. ഭൗമ അന്തരീക്ഷത്തിൻ്റെ പിണ്ഡത്തിൻ്റെ 80% കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. അടുത്തത് 6 ചോദിക്കും. ആ 6ൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒന്ന് നിനക്കറിയാമെങ്കിൽ കറക്റ്റ്. 6ൻ്റെ അറിയാൻ പാടില്ല വരികയാണ്, ഞാൻ പറഞ്ഞോളാം. ഉയരം കൂടുന്തോറും താപം കുറയുന്ന അന്തരീക്ഷ മണ്ഡലം. 1. ചന്ദ്രനാണ്. ഉയരം കൂടുന്തോറും താപം കുറയുന്ന അന്തരീക്ഷ മണ്ഡലം. 2ാമത്തെ ചോദ്യം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം. 3. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാളി എന്നർത്ഥമുള്ള അന്തരീക്ഷ പാളി. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാളി എന്നർത്ഥമുള്ള അന്തരീക്ഷ പാളി. അറിയത്തില്ലല്ലോ. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നോക്ടിലുസെൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. 4. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നോക്ടിലുസെൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. 5. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന പാളി. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന പാളി. 6. ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ഉൽക്കാവർഷ പ്രദേശമെന്ന് അറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ഈ 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ മീസോസ്ഫിയർ. കേട്ടല്ല? മീസോസ്ഫിയർ. 3 മിനിറ്റ്. അടുത്തത് ഞാനൊരു 4 ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗം. 1. ചോദ്യമാണ്. ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗം. അറിയത്തില്ല. അനുദൈർഘ്യ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങൾ. 3. സിസ്മോഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഭൂകമ്പ തരംഗങ്ങൾ. സിസ്മോഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഭൂകമ്പ തരംഗങ്ങൾ. 4. അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ. അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ. ഇത് 4ത്തിൻ്റെ ഉത്തരം കൂട്ടുകാർ പറയാം. അപ്പം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ കൂട്ടുകാരെ, ഉത്തരം അറിയാമെങ്കിൽ. അപ്പം ഇന്നത്തെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ നിർത്തുകയാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ടാറ്റ.